ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 28ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ ആണ്. ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്ക്വയേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇനി അതിന്റെ സ്ക്വയർ റൂട്ട്, അതായത് റിവേഴ്സ് ഓർഡറിൽ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ 1-2 കാര്യങ്ങൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ് 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ. ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഇതിന്റെ യൂണിറ്റ് പ്ലേസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന്റെ ടേബിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ടേബിൾ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ 1ന്റെ സ്ക്വയർ 1, 2 സ്ക്വയർ 4, അങ്ങനെ 9 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ, അതിന്റെ യൂണിറ്റ് പ്ലേസ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഓരോന്നിന്റെ യൂണിറ്റ് പ്ലേസ് നോക്കിയാൽ അറിയാം. 1ന്റെ സ്ക്വയർ 1 ആണ്. അപ്പോൾ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ യൂണിറ്റ് പ്ലേസ് 1 ആണെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്, എടുക്കാൻ സാധ്യതയുള്ള ആൻസറിൽ വരാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ പഠിക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ യൂണിറ്റ് പ്ലേസ് 1 ആണെങ്കിൽ 1ഉം 9ഉം ആണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരിക. അതായത് ആൻസറിന്റെ ഓപ്ഷനിൽ യൂണിറ്റ് പ്ലേസിൽ വരാൻ സാധ്യതയുള്ളത് 1 അല്ലെങ്കിൽ 9. ഇനി 4 ആണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നതെങ്കിൽ 2 അല്ലെങ്കിൽ 8. കാരണം 2ന്റെ സ്ക്വയർ 4 ആണ്. അതുപോലെ 8ന്റെ സ്ക്വയർ 64 ആണ്. അതിന്റെ യൂണിറ്റ് പ്ലേസും 4 ആണ്. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സ് യൂണിറ്റ് പ്ലേസ് സെയിം ആയി വരുന്ന നമ്പേഴ്സ് ആണ്. 5ന് 5 മാത്രമേ ഉള്ളൂ. 6 ആണെങ്കിൽ 4ഉം 6ഉം വരും. 9 ആണെങ്കിൽ 3ഉം 7ഉം വരും. അല്ലെ, 3 സ്ക്വയർ 9 ആണ്. അതുപോലെ 7 സ്ക്വയർ 49 ആണ്. അവിടെ യൂണിറ്റ് പ്ലേസ് 9 ആണ്. അപ്പൊ ഈ ഒരു ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം ചെയ്യുന്നത്. അതായത് യൂണിറ്റ് പ്ലേസ് ഓപ്ഷൻ, ഈ ഒരു ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് എനി നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. എക്സാമ്പിൾ ചെയ്യുമ്പോഴോ അതിന്റെ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 1, 7, 6, 4 അല്ലെ. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ് അല്ലെ, പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. യൂണിറ്റ് പ്ലേസിൽ 4 ആണുള്ളത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് സ്ക്വയർ റൂട്ട് ഓഫ് 1764 ആണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു നമ്പറിന്, അതായത് ഈ ഒരു 4 ഡിജിറ്റ് നമ്പറിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റിനെ ഒരു ഗ്രൂപ്പ് ആക്കി എഴുതുക. ബാക്കിയുള്ള നമ്പേഴ്സ് സെക്കൻഡ് ഗ്രൂപ്പ് ആക്കി എഴുതുക. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് 2 ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റാം. ഇപ്പൊ 64 അതുപോലെ 17 റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സിന്റെ ഒരു ഗ്രൂപ്പ്, അതുപോലെ ബാക്കിയുള്ള നമ്പേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് എഴുതും. ഇപ്പൊ ഇവിടെ 64 ഉണ്ട്, അതുപോലെ 17 ഉണ്ട്. ഇനി ചെയ്യേണ്ടത്, നമ്മുടെ ആൻസർ നമുക്കറിയാം 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും അല്ലെ. ഇപ്പൊ 2 ബ്ലാങ്ക് പ്ലേസ് മാർക്ക് ചെയ്യുന്നു. ഇനി ചെയ്യേണ്ടത്, ഈ ടേബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 4 ആണ് അല്ലെ. യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 4 ആണ്. ഇവിടെ 4 ആണെങ്കിൽ വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ്, ആൻസറിൽ വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് 2 ആണ്. അതുപോലെ യൂണിറ്റ് പ്ലേസിൽ വരാൻ സാധ്യതയുള്ള നമ്പർ ഒന്ന് 8 ആണ്. കാരണം 2ന്റെ സ്ക്വയർ 8 ആണ്. അതുപോലെ 2ന്റെ സ്ക്വയർ 4 ആണ്. അതുപോലെ 8ന്റെ സ്ക്വയർ 64 ആണ്. അവിടെ യൂണിറ്റ് പ്ലേസ് 4 തന്നെയാണ്. അപ്പൊ 2 അല്ലെങ്കിൽ 4 വരാം. അതെവിടെ നിന്നോട്ടെ, അത് നമുക്ക് പിന്നെ സെലക്ട് ചെയ്യാം. ഏതാണ് കറക്റ്റ് എന്നുള്ളത് പിന്നെ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ പോകുന്നത് ടെൻസ് പ്ലേസിലാണ്. അതിനുവേണ്ടി 17 എന്ന് പറയുന്ന നമ്പർ ആണ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ളത്. ഇത് യൂസ് ചെയ്തിട്ടാണ് ടെൻസ് പ്ലേസ് ആൻസറിൽ സെക്കൻഡ് ഈ ഒരു ഭാഗം ഫിൽ ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യേണ്ടത് 17 ആണ് നമ്പർ. 17ന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ, നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞത് സ്ക്വയർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ, അതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. 1 സ്ക്വയർ 1 പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. 2 സ്ക്വയർ 4 പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ 17 ആണ്. 17ന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത് 16 ആണ് അല്ലെ. 17ന് തൊട്ട് താഴെ 16 ആണ്. ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഗ്രൂപ്പിൽ എന്താണോ നമ്പർ വരുന്നത് അതിന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കുക. അത് തന്നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിന് താഴോട്ട് പോകുക. അപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ 16 ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് 4 ആണ്. അതാണ് ഇവിടെ എഴുതേണ്ടത് 4. അപ്പൊ ടെൻസ് പ്ലേസ് കിട്ടിയ നമ്മുടെ ആൻസറിന്റെ ടെൻസ് പ്ലേസ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി വരാൻ സാധ്യതയുള്ള ആൻസർ എന്തായിരിക്കും? യൂണിറ്റ് പ്ലേസിൽ 2 അല്ലെങ്കിൽ 8. ഒന്നുകിൽ 42 ആണ്, അല്ലെങ്കിൽ 48 ആണ്. ഇതിൽ ഏത് കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് പറയുന്നത് 4 ആണ്. ആ 4ന്റെ കൂടെ അതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് 5 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 4 × 5 = കിട്ടുന്ന ആൻസർ 20 ആണ്.
4 into 6 4 into 5 എന്ന് പറയുന്നത് 20 ആണ്. ഈ 20 ഈ 17 തമ്മിലുള്ള റിലേഷൻ നോക്കുക. 17 എന്ന് പറയുന്നത് 20യേക്കാളും ചെറിയ നമ്പറാണ്, അല്ലെ, ലെസ് ദാൻ ആണ്. 17 20യേക്കാളും ചെറിയ നമ്പറാണ്. ചെറുതായതുകൊണ്ട് നമ്മൾ ഇവിടെ ചെറിയ ഓപ്ഷൻ എടുക്കും, സ്മോളസ്റ്റ് നമ്പർ എടുക്കും. 17 എന്ന് പറയുന്നത് 20യേക്കാളും സ്മോളസ്റ്റ് ആയതുകൊണ്ട് സ്മോളസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് ഈ പ്രൊഡക്റ്റിനേക്കാളും ചെറുതാണെങ്കിൽ ചെറിയ നമ്പർ എടുക്കുക, ഈ ഒരു ഗ്രൂപ്പ് ഈ പ്രൊഡക്റ്റിനേക്കാളും വലുതാണെങ്കിൽ വലിയ നമ്പർ എടുക്കുക. ഇതാണ് ചെയ്യേണ്ട ഒരു മെത്തേഡ്. അപ്പൊ ഇവിടെ 17 20യേക്കാളും ചെറിയ നമ്പറാണ്, അപ്പോൾ ചെറിയ നമ്പർ എടുക്കുന്നു 42. സ്ക്വയർ റൂട്ട് ഓഫ് 1764 എന്ന് പറയുന്നതിന്റെ ആൻസർ 42 ആണ്, അല്ലെ. ഇപ്പൊ നമ്മൾ കുറെ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ, കാരണം ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, 17 6 16 ആണ് തൊട്ട് താഴെയുള്ള നമ്പർ. അതിന്റെ സ്ക്വയർ റൂട്ട് 4 എഴുതുന്നു. 4 into 5 20 ആണ്, ചെറുതാണ്, so ചെറിയ നമ്പർ എടുക്കുന്നു 2 എഴുതുന്നു, 42. സ്ക്വയർ റൂട്ട് ഓഫ് 1764 എന്ന് പറയുന്നത് 42 ആണ്. ഓക്കെ, ഇതാണ് മെത്തേഡ്. ഒന്നുകൂടെ ചെയ്യാം, കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഇപ്പൊ അടുത്തൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലോ, 3721 3721. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യേണ്ടത് എന്താ, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റിന്റെ ഒരു ഗ്രൂപ്പ് മേക്ക് ചെയ്യുന്നു, 21 കിട്ടും. അതുപോലെ ബാക്കിയുള്ള നമ്പർ സെക്കൻഡ് ഗ്രൂപ്പ് ആക്കിയിട്ട് 37 എഴുതി. ഇനി ആൻസറിൽ നമുക്കറിയാം 2 ഡിജിറ്റ് ആണ് എഴുതേണ്ടത്. 1 ആണ് യൂണിറ്റ് പ്ലേസിലുള്ളത്. 1 ആണ് യൂണിറ്റ് പ്ലേസിലെങ്കിൽ ആൻസറിൽ വരുന്നത് 1 or 9 ആണ്. 1 വരാൻ സാധ്യതയുണ്ട്, അതുപോലെ 9ഉം വരാൻ സാധ്യത. ഏതാണെന്നുള്ളത് നമുക്ക് പിന്നീട് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ നേരെ ടെൻസ് പ്ലേസ് പോകും. 37 ആണ്. നമുക്കറിയാം 37ന്റെ തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ 36 ആണ്, സ്ക്വയർ റൂട്ട് 6 ആണ്. ആൻസർ ഇവിടെ ടെൻസ് പ്ലേസിൽ 6 എഴുതും. ഇനി ചെയ്യേണ്ടത് 6 ആണ് കിട്ടിയത്, അതിന്റെ തൊട്ടടുത്ത നമ്പർ നോക്കാം 7. 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 42 കിട്ടും. 37 എന്ന് പറയുന്നത് ഈ 42വിനേക്കാളും ചെറിയ നമ്പർ അല്ലെ. ഈ 7 എടുക്കുന്നത് ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 6 ആണ് ഇവിടെ കിട്ടിയതെങ്കിൽ അതിന്റെ തൊട്ട് അടുത്ത നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ് റിലേഷൻ നോക്കുക. ഇപ്പൊ 37നേക്കാളും വലിയ നമ്പറാണ് അല്ലെ, അല്ലെങ്കിൽ 37 എന്ന് പറയുന്നത് 42വിനേക്കാളും ചെറിയ നമ്പറാണ്. അപ്പൊ ഇവിടെയുള്ളത് ചെറുതാണെങ്കിൽ, ഇതിനേക്കാളും ചെറുതാണെങ്കിൽ ചെറിയ നമ്പർ, ഇവിടെയുള്ളത് ഇതിനേക്കാളും വലുതാണെങ്കിൽ വലിയ നമ്പർ. ഓക്കെ, അപ്പൊ ഇവിടെ 37 ലെസ് ദാൻ 42 ആണ്. അപ്പൊ ചെറിയ നമ്പർ എടുക്കാം, 1 ആണ്. സോ 61 കിട്ടും. 3721ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 61 ആണ്. ഓക്കെ, 61 into 61 എന്ന് പറയുന്നത് 3721 ആയിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പോവാം. ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ മുഴുവൻ ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഒരു ലാർജ് നമ്പർ എടുക്കാം, 9801. ഓക്കെ, 9801. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, 01 and 98 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഗ്രൂപ്പ്. ആൻസർ കിട്ടേണ്ടത് 2 ഡിജിറ്റ് ആണ്. നമുക്കറിയാം 1 ആണ് യൂണിറ്റ് പ്ലേസിലുള്ളത്. 1 ആണെങ്കിൽ എന്തായിരിക്കും, 1 or 9 അല്ലെ, 1 or 9. ഈ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്, 1ഓ അല്ലെങ്കിൽ 9ഓ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി 98 നോക്കാം. 98ന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത് 81 ആണ് അല്ലെ, 81 ആണ്. സോ 81 അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 9 ആണ് അല്ലെ. അതാണ് 1 മുതൽ 9 വരെയുള്ള നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം, എന്നാലേ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ 98ന് തൊട്ട് താഴെയുള്ളത് എന്താണ്, 81 ആണ്. 81ന്റെ സ്ക്വയർ റൂട്ട് 9 ആണ്. സോ ആൻസറിൽ നമ്മൾ എന്ത് എഴുതി, 9 എഴുതി. അതിന് ചെയ്യേണ്ടത് 9 into അതിനടുത്ത നമ്പർ 10 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 90 കിട്ടും. അപ്പൊ നോക്കുക, ഇവിടെ 98 ആണ്, ഇവിടെ 90 ആണ്. 98 എന്ന് പറയുന്നത് 90യേക്കാളും വലിയ നമ്പറാണ് അല്ലെ, ഇത് വലുതാണ്. നേരത്തെ ചെയ്ത രണ്ട് എക്സാമ്പിളും എന്തായിരുന്നു, ഇത് ചെറുതായിരുന്നു. അപ്പൊ ചെറുത് നമ്മൾ സെലക്ട് ചെയ്യും. ഇവിടെ 98 90യേക്കാളും വലിയ നമ്പറാണ്. വലുതാണെങ്കിൽ ഈ ഓപ്ഷനിൽ 1ഓ 9ഓ എന്നുള്ള ഓപ്ഷനിൽ വലിയ നമ്പർ സെലക്ട് ചെയ്യുക. അതായത് ഇവിടെ വലിയ നമ്പർ 9 ആണ്. സോ ആൻസർ 99 കിട്ടും. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 9801ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, 99 ആണ് അല്ലെ. ഇതാണ് 2 ഡിജിറ്റ് നമ്പറിൽ ഏറ്റവും ലാർജസ്റ്റ് സ്ക്വയർ. 99ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, 99ന്റെ സ്ക്വയർ 9901
9801 ആണ്. ഇവിടെ ചെയ്യുന്നത് എന്താ, 2 ഡിജിറ്റിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. 1 ആണ് യൂണിറ്റ് പ്ലേസ്, 1 or 9 ആണ് ഓപ്ഷനിൽ വരുന്നത്. 98ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ 81 ആണ്. സ്ക്വയർ റൂട്ട് 9 കിട്ടും. 9 ഇവിടെ എഴുതി. 9ന്റെ തൊട്ടടുത്ത നമ്പർ 10 ആണ്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 90 കിട്ടി. സെക്കൻഡ് ഗ്രൂപ്പ് ഇതിനേക്കാളും വലുതാണ്, വലുതായതുകൊണ്ട് വലിയ നമ്പർ എടുക്കുന്നു. 9 എഴുതി, 99 ആൻസർ കിട്ടി. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 9801 എന്ന് പറയുന്നത് 99 ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു സിംപ്ലസ്റ്റ് മെത്തേഡ് ആണ്. ഇപ്പൊ 2 ഡിജിറ്റ് ആണെങ്കിലും 3 ഡിജിറ്റ് ആണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. 3 ഡിജിറ്റ് വരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ സ്ക്വയർസ് ഓഫ് നമ്പേഴ്സ് പഠിക്കണമെന്നായിരുന്നു. പക്ഷെ അത്ര വലുതായിട്ടൊന്നും പഠിക്കണ്ട. കുറച്ച് നമ്പേഴ്സിന്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, 3 ഡിജിറ്റ് 4 ഡിജിറ്റ് അല്ലെ 5 ഡിജിറ്റ് 6 ഡിജിറ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. മറ്റൊരു വീഡിയോയിൽ വലിയ നമ്പറുമായിട്ട് അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ 2 ഡിജിറ്റിന്റെ മാത്രമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ മറ്റൊരു എപ്പിസോഡ് അല്ലെങ്കിൽ മറ്റൊരു ട്രിക്കുമായിട്ട് കാണുന്നത് വരെ ബൈ.